ഹായ്, വെൽക്കം ടു Biolectures Malayalam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ്, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. അതായത് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനും അതുപോലെ അവയുടെ പ്രവർത്തനം ഫങ്ഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനും. ഫസ്റ്റ്, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. പ്രധാനമായും ന്യൂറോണിനെ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ്, മൾട്ടിപോളാർ ന്യൂറോൺ. സെക്കൻഡ്, ബൈപോളാർ ന്യൂറോൺ. തേർഡ്, യൂണിപോളാർ ന്യൂറോൺ. ദിസ് ഈസ് മൾട്ടിപോളാർ ന്യൂറോൺ. അതായത് ഒരു ആക്സോൺ ഉണ്ടായിരിക്കും ഈ ഒരു ന്യൂറോണിന്. ദെൻ അവ സെൽ ബോഡിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ആ ഒരു സെൽ ബോഡിയിൽ നിന്ന് ഒരുപാട് ഡെൻഡ്രൈറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് മൾട്ടിപോളാർ ന്യൂറോൺ. അതായത് മൾട്ടി എന്നുള്ള വേർഡ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒരുപാട് ഡെൻഡ്രൈറ്റ്സ് ഇവിടെ ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഒക്കെ കാണപ്പെടുന്ന ഒരുപാട് ന്യൂറോൺസ് ഈ ഒരു വിഭാഗത്തിലാണ് ഉൾക്കൊള്ളുന്നത്. ദിസ് ഈസ് മൾട്ടിപോളാർ ന്യൂറോൺ. നെക്സ്റ്റ്, ബൈപോളാർ ന്യൂറോൺ. ബൈപോളാർ ന്യൂറോൺ അവയ്ക്ക് ഒരു ആക്സോണും അതുപോലെ ഒരു മെയിൻ ഡെൻഡ്രൈറ്റും ആണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ഒരുപാട് ഡെൻഡ്രൈറ്റ് ഇവിടെ കാണപ്പെടുന്നില്ല. ഒരു മെയിൻ ഡെൻഡ്രൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ ഏറ്റവും എൻഡ് റീജിയനിലായി പിന്നീട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഒരു മെയിൻ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. ദാറ്റ് ഈസ് ഒരു സിംഗിൾ ആക്സോണും അതുപോലെ ഒരു മെയിൻ ഡെൻഡ്രൈറ്റും. ദാറ്റ് ഈസ് ബൈപോളാർ ന്യൂറോൺ. ദിസ് ഈസ് മെയിൻ ഡെൻഡ്രൈറ്റ്. ഇറ്റ് ഈസ് connected with the cell body. Okay, so this is bipolar neuron. പ്രധാനമായും നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ കാണപ്പെടുന്ന ന്യൂറോൺസ് ഒക്കെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്നർ ഇയറിൽ കാണപ്പെടുന്ന ന്യൂറോണും ഇതിലാണ് ഉൾപ്പെടുന്നത്. സോ ബൈപോളാർ ന്യൂറോൺ. നെക്സ്റ്റ്, യൂണിപോളാർ ന്യൂറോൺ. യൂണിപോളാർ ന്യൂറോണിന് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡെൻഡ്രൈറ്റ്സും അതുപോലെ ആക്സോണും തമ്മിൽ കണക്ട് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ആയ ഒരു സ്ട്രക്ചറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ആക്സോൺ. ദെൻ ആ ആക്സോണും നമ്മുടെ ഡെൻഡ്രൈറ്റും തമ്മിൽ കണക്ട് ചെയ്ത് ഫ്യൂസ് ചെയ്ത് ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നു. ആ ഒരു സ്ട്രക്ചറാണ് പിന്നീട് സെൽ ബോഡിയുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ സെൽ ബോഡിയിൽ നിന്ന് ഒരു ഭാഗത്തോട്ട് ആക്സോൺ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, മറ്റു ഭാഗത്തിൽ ഡെൻഡ്രൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഡെൻഡ്രൈറ്റും അതുപോലെ ആക്സോണും തമ്മിൽ കണക്ട് ചെയ്ത് ആദ്യം ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു സ്ട്രക്ചറാണ് സെൽ ബോഡിയുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് യൂണിപോളാർ ന്യൂറോൺ. ഇനി ഈ ഒരു യൂണിപോളാർ ന്യൂറോണിനെ നമുക്ക് സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ എന്നും വിളിക്കാം. സ്യൂഡോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് കപടമായത് എന്നർത്ഥം. ദാറ്റ് ഇസ് നോട്ട് ജെനുവിൻ. ബിക്കോസ് നമ്മൾ എംബ്രിയോ ആയിരിക്കുന്ന കേസിൽ ആദ്യം ഈ യൂണിപോളാർ ന്യൂറോൺ ബൈപോളാർ ന്യൂറോൺ ആയിരുന്നു. പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവ യൂണിപോളാർ ന്യൂറോൺ ആയി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു യൂണിപോളാർ ന്യൂറോൺസിൻ്റെ ഡെൻഡ്രൈറ്റ്സ് പ്രധാനമായും സെൻസറി റിസപ്റ്റേഴ്സ് ആയി ആക്ട് ചെയ്യാറുണ്ട്. അതാണ് അവയുടെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. മൾട്ടിപോളാർ ന്യൂറോൺസ്, several dendrites, one axon. Bipolar neuron, one axon, one dendrite. Then unipolar neuron, fused
structure, otherwise known as pseudo unipolar neurons. നെക്സ്റ്റ്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. പ്രധാനമായും അവയുടെ പ്രവർത്തനമനുസരിച്ച് നമുക്ക് ന്യൂറോണിനെ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, സെൻസറി ന്യൂറോൺ. സെക്കൻഡ്, മോട്ടോർ ന്യൂറോൺ. തേർഡ്, ഇന്റർന്യൂറോൺ, അതർവൈസ് afferent neuron, efferent neuron or association neuron. ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ഒരു ഇമേജ് നോക്കാം. ഒരു പ്രവർത്തനം നമ്മളെ നെർവസ് സിസ്റ്റം കോർഡിനേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു സെൻസറി റിസപ്റ്റേഴ്സ് ആദ്യം ഒരു സ്റ്റിമുലൈനെ സെൻസ് ചെയ്യുകയും അവ ആദ്യം ഈ ഒരു സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്നും സെൻസറി ന്യൂറോൺ വഴി ഇമ്പൾസസ് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ആ ഒരു സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ വെച്ച് അവ പ്രോസസ്സ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം പിന്നീട് മറ്റൊരു ഇമ്പൾസ്, നമ്മുടെ പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടി മറ്റൊരു ഇമ്പൾസ് തിരിച്ച് മോട്ടോർ ന്യൂറോൺ വഴി നമ്മുടെ ഏതാണോ മസിലുള്ളത് അല്ലെങ്കിൽ ഏത് ഗ്ലാൻഡ് ആണോ ഏതാണോ നമ്മുടെ എഫക്റ്റർ സെൽ എന്ന് പറയുന്നത് അവിടേക്ക് അത് അയക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റിമുലൈനെ സെൻസ് ചെയ്ത് ആ ഒരു ഇമ്പൾസ് നേരിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ന്യൂറോൺ ഉണ്ട്. അതാണ് സെൻസറി ന്യൂറോൺ എന്ന് പറയുന്നത്. ദിസ് ഇസ് സെൻസറി ന്യൂറോൺ. അതായത് ഇപ്പോൾ ഈ ഒരു പേന കൊണ്ട് എഴുതുക എന്നുള്ള പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്ന് ഒരു ഇമ്പൾസ് നമ്മുടെ സെൻസറി ന്യൂറോൺ വഴി നമ്മുടെ ബ്രെയിനിലോട്ടോ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലോട്ടോ ഒക്കെ എത്തിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് സെൻസറി ന്യൂറോൺ. ദെൻ അടുത്തത് ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വെച്ച് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മറ്റൊരു ഇമ്പൾസ് നമ്മുടെ എഫക്റ്റർ സെല്ലിലോട്ട് എത്തിക്കാറുണ്ട്. അതാണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് മോട്ടോർ ന്യൂറോൺ. ഓക്കെ, മോട്ടോർ ന്യൂറോൺ. ആ ഒരു മോട്ടോർ ന്യൂറോൺ നമ്മുടെ എഫക്റ്റർ സെല്ലിലോട്ട് എത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. അതായത് നമ്മൾ എഴുതുന്നതിന് വേണ്ടി നമ്മുടെ കൈ വരെ അത് നീണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഇസ് മോട്ടോർ ന്യൂറോൺ. നെക്സ്റ്റ്, ഇന്റർന്യൂറോൺ അല്ലെങ്കിൽ അസോസിയേഷൻ ന്യൂറോൺ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ CNS കാണപ്പെടുന്ന ന്യൂറോണാണ് ഇന്റർന്യൂറോൺ അല്ലെങ്കിൽ അസോസിയേഷൻ ന്യൂറോൺ. പ്രധാനമായും നമ്മുടെ വരുന്ന സെൻസറി സ്റ്റിമുലസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്നും വരുന്ന ഇമ്പൾസസിനെ സ്വീകരിക്കുകയും ദെൻ നമ്മുടെ CNS വെച്ച് അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാണപ്പെടുന്ന ന്യൂറോൺസ് ആണ് ഇന്റർന്യൂറോൺ അല്ലെങ്കിൽ അസോസിയേഷൻ ന്യൂറോൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് 3 ന്യൂറോൺസ്: സെൻസറി ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ് ആൻഡ് ഇന്റർന്യൂറോൺ ഓർ അസോസിയേഷൻ ന്യൂറോൺ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സെൻസറി ന്യൂറോൺ ഓർ എഫറന്റ് ന്യൂറോൺ, നെക്സ്റ്റ് മോട്ടോർ ന്യൂറോൺ, തേർഡ് അസോസിയേഷൻ ന്യൂറോൺ അല്ലെങ്കിൽ ഇന്റർന്യൂറോൺ. ദെൻ നമ്മൾ ഈ ഒരു ന്യൂറോൺസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫങ്ഷൻസ് ഓഫ് നെർവസ് സിസ്റ്റം എന്നുള്ള വീഡിയോയിൽ കൂടെ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. സോ ദാറ്റ് ഇസ് classification of neurons. Hope you like it. Keep watching. Thank you.